നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ സമയം ഒരിക്കലും ഒരേപോലെ നിൽക്കാറില്ല. ചില ദിവസങ്ങൾ ദുഃഖം നിറഞ്ഞതായിരിക്കും, ചില ദിവസങ്ങൾ പ്രതീക്ഷയുടെ വെളിച്ചം കൊണ്ടുവരും. ചില പ്രത്യേക സമയങ്ങളിൽ ഗ്രഹനിലകളിലെ മാറ്റങ്ങൾ ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ തുറക്കുമെന്നാണ് ജ്യോതിഷ വിശ്വാസം. 2026 ജൂലൈ 25 മുതൽ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ധനകാര്യങ്ങളിലും തൊഴിൽ മേഖലയിലും ഭാഗ്യകാര്യങ്ങളിലും അനുകൂലമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് ജ്യോതിഷപരമായ വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നു. നാളുകളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ, ജോലി സംബന്ധമായ പ്രതിസന്ധികൾ, ഇതിലൊക്കെയും മാറ്റത്തിന്റെ തുടക്കമാകുന്ന ദിവസങ്ങളായിരിക്കും ഇനി വരാനിരിക്കുന്നത്. ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന 7 നക്ഷത്രക്കാർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ അനുകൂല സാഹചര്യം, ധനകാര്യങ്ങളിൽ മുന്നേറ്റം, പുതിയ അവസരങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാണുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം അവസാന നക്ഷത്രം വരെ കേട്ടതിനു ശേഷം മാത്രമേ നിങ്ങളുടെ നക്ഷത്രം ഈ ഭാഗ്യസൂചനകളിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ കഴിയൂ. അപ്പോൾ നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുൻപേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ പ്രിയനാമങ്ങൾ ഒരു പ്രാർത്ഥനയായി കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ആദ്യമായി ഭാഗ്യം തെളിയുവാൻ പോകുന്ന നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ജീവിതം അത്ര എളുപ്പമായിരുന്നില്ല. എത്ര ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടും പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കാതെ വന്ന ഒരു സമയമായിരുന്നു ഇത്. പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം മനസ്സിൽ വലിയ വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. സ്വന്തമായി തുടങ്ങാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളിലും പണത്തിന്റെ കുറവ് കാരണം മാറ്റിവെക്കേണ്ട അവസ്ഥയും ഉണ്ടായിട്ടുണ്ടാകാം. വിശ്വസിച്ച ആളുകളിൽ നിന്ന് പോലും വേണ്ടത്ര പിന്തുണ ലഭിക്കാതെ ഒറ്റപ്പെട്ടു പോയ ഒരു അനുഭവം ചിലർക്കെങ്കിലും ഉണ്ടായിരിക്കാം. എന്നാൽ 2026 ജൂലൈ 25 മുതൽ ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധേയമായ അനുകൂല മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷപരമായ സൂചനകൾ കാണിക്കുന്നത്. ധനകാര്യങ്ങളിൽ പുതിയ അവസരങ്ങൾ തുറന്നു വരുവാനും ഇതുവരെ തടസ്സപ്പെട്ടിരുന്ന ചില കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുവാനും സാധ്യതയുണ്ട്. തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങളോ അംഗീകാരമോ ലഭിക്കാം. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ അവസരമുണ്ടാകും. ചിലർക്ക് അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുവാനും ഭാഗ്യപരീക്ഷണങ്ങളിൽ അനുകൂല ഫലങ്ങൾ ലഭിക്കുവാനും സാധ്യത കാണുന്നു. എന്നാൽ ഈ സമയത്ത് അമിതമായ പ്രതീക്ഷയോടെ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാതെ വിവേകത്തോടെ മുന്നോട്ടു പോകുന്നതാണ് നല്ലത്. കഠിനാധ്വാനവും ഈശ്വരവിശ്വാസവും കൈവിടാതെ മുന്നോട്ടു പോകുന്ന ഭരണി നക്ഷത്രക്കാർക്ക് ഈ കാലഘട്ടം പുതിയ പ്രതീക്ഷകൾ നൽകുന്ന ഒരു തുടക്കമാകുവാൻ സാധ്യതയുണ്ട്. അടുത്തതായി രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ചു കാലമായി ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എത്ര ആത്മാർത്ഥമായി അധ്വാനിച്ചാലും അതിനൊത്ത ഫലം ലഭിക്കാത്ത അവസ്ഥ പലപ്പോഴും നിങ്ങളെ നിരാശപ്പെടുത്തിയിട്ടുണ്ടാകും. കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചതോടെ സാമ്പത്തികമായി വലിയ സമ്മർദ്ദങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരിക്കാം. ചിലർക്ക് കടബാധ്യതകൾ, ചിലർക്ക് മക്കളുടെ വിദ്യാഭ്യാസം, ചിലർക്ക് വീടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മറ്റു ചിലർക്ക് തൊഴിൽ മേഖലയിലെ അനിശ്ചിതത്വം എന്നിങ്ങനെ പലവിധ ബുദ്ധിമുട്ടുകൾ മനസ്സിനെ അലട്ടിയിട്ടുണ്ടാകാം. പല രാത്രികളിലും എൻ്റെ ജീവിതത്തിൽ നല്ലൊരു സമയം ഇനി വരുമോ എന്ന ചിന്തയോടെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുള്ള രോഹിണി നക്ഷത്രക്കാരും ഉണ്ടാകും. എന്നാൽ 2026 ജൂലൈ 25 മുതൽ ഗ്രഹനിലകളിൽ ഉണ്ടാകുന്ന ചില അനുകൂല മാറ്റങ്ങൾ രോഹിണി നക്ഷത്രക്കാർക്ക് പ്രതീക്ഷയുടെ പുതിയ വാതിലുകൾ തുറക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷപരമായ വിലയിരുത്തൽ. ഇതുവരെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന സാമ്പത്തിക കാര്യങ്ങളിൽ മുന്നേറ്റമുണ്ടാകാം. നാളുകളായി കാത്തിരുന്ന ചില പണങ്ങൾ കൈവന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കാം. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ഓർഡറുകളോ പുതിയ പങ്കാളിത്തങ്ങളോ ലഭിക്കുന്ന സാഹചര്യം രൂപപ്പെടാം. ചിലർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നു. കുടുംബജീവിതത്തിലും സന്തോഷം വർദ്ധിപ്പിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത്. ഇതുവരെയുള്ള നിങ്ങളെ മനസ്സിലാക്കാതിരുന്ന ചിലർ പിന്നീട് നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാം. ദീർഘകാലമായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ചില സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുവാനുള്ള വഴികൾ തുറക്കപ്പെടും. ഈ സമയത്ത് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുകയും ലഭിക്കുന്ന അവസരങ്ങൾ വിവേകത്തോടെ ഉപയോഗിക്കുകയും ചെയ്താൽ ഭാവിയിലേക്കുള്ള ശക്തമായ അടിത്തറ ഒരുക്കുവാൻ കഴിയും. ദിവസവും മഹാവിഷ്ണുവിനെയോ മഹാലക്ഷ്മി ദേവിയോ പ്രാർത്ഥിച്ച് നല്ല ചിന്തകളോടെ മുന്നോട്ടു പോകുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് ഈ കാലഘട്ടം ജീവിതത്തിൽ പുതിയ പ്രതീക്ഷയും ആത്മവിശ്വാസവും നൽകുന്ന ഒരു തുടക്കമാകുവാൻ സാധ്യതയുണ്ട്.
ഇനി അടുത്തത് മൂന്നാമത്തെ നക്ഷത്രം ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജീവിതത്തിൽ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നില്ല. പല നല്ല അവസരങ്ങളും നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടും അവസാന നിമിഷം അത് കൈവിട്ടു പോയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. നിങ്ങൾ ആരെയും വേദനിപ്പിക്കാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ വിഷമം കണ്ടാൽ സ്വന്തമായ ബുദ്ധിമുട്ടുകൾ പോലും മറന്ന് സഹായിക്കുവാൻ തയ്യാറാകുന്ന നല്ല മനസ്സിന്റെ ഉടമകളാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും ആ നല്ല മനസ്സ് തന്നെ നിങ്ങളെ ചതിക്കപ്പെടുവാനും സാമ്പത്തിക നഷ്ടങ്ങൾ നേരിടുവാനും കാരണമായിട്ടുണ്ട്. വിശ്വസിച്ച ആളുകളിൽ നിന്ന് തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്ന സാഹചര്യങ്ങൾ ചിലർക്കെങ്കിലും ഉണ്ടായിരിക്കാം. കുടുംബത്തിനു വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടും അതിനൊത്ത അംഗീകാരം ലഭിക്കാത്തതിന്റെ വിഷമം മനസ്സിൽ ഇന്നും അവശേഷിക്കുന്നവരുമുണ്ട്. തൊഴിൽ മേഖലയിലും ബിസിനസ്സിലുമൊക്കെ എത്ര ശ്രമിച്ചിട്ടും മുന്നേറ്റം വൈകിയതിന്റെ നിരാശ നിങ്ങളെ പലപ്പോഴും അലട്ടിയിട്ടുണ്ടാകും. എന്നാൽ 2026 ജൂലൈ 25 മുതൽ ആയില്യം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ ആരംഭിക്കുമെന്നാണ് ജ്യോതിഷപരമായ സൂചനകൾ കാണിക്കുന്നത്. ധനകാര്യങ്ങളിൽ പുതിയ അവസരങ്ങൾ തെളിയുവാൻ സാധ്യതയുണ്ട്. ഇതുവരെ തടസ്സപ്പെട്ടിരുന്ന ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായി മുന്നോട്ടു പോകാം. ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനോ പുതിയ ഉത്തരവാദിത്തങ്ങൾക്കോ സാധ്യതയുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാത്തിരിക്കുന്നവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കാം. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കരാറുകളോ കൂടുതൽ വരുമാനം ലഭിക്കുവാനുള്ള അവസരങ്ങളോ ഉണ്ടായേക്കാം. ചിലർക്ക് ഭാഗ്യ പരീക്ഷണങ്ങളിൽ അനുകൂല ഫലങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയും ജ്യോതിഷപരമായി കാണുന്നു. കുടുംബത്തിൽ ഏറെ നാളായി നിലനിന്നിരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അവസാനിച്ച് സമാധാനം തിരിച്ചു വരുവാനുള്ള സാധ്യതയുമുണ്ട്. മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന വലിയ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുവാൻ ആവശ്യമായ സാഹചര്യങ്ങൾ രൂപപ്പെടും. എന്നാൽ ഈ സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആരെയും പെട്ടെന്ന് വിശ്വസിച്ച് വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തരുത്. ഓരോ തീരുമാനവും ആലോചിച്ച് മാത്രം എടുക്കുക. ദിവസവും നാഗദേവതയെയും മഹാദേവനെയും പ്രാർത്ഥിക്കുകയും നല്ല ചിന്തകളോടെ മുന്നോട്ടു പോവുകയും ചെയ്താൽ ഈ കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകളും സാമ്പത്തിക മുന്നേറ്റത്തിനുള്ള അവസരങ്ങളും നൽകുന്ന ഒരു സുവർണ തുടക്കമായി മാറാൻ സാധ്യതയുണ്ട്. അടുത്തതായി ഉത്രം നക്ഷത്രം. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ചു കാലമായി ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച താഴ്ചകളിലൂടെ കടന്നു പോകേണ്ടി വന്ന ഒരു സമയമായിരുന്നു. എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും അവസാന നിമിഷം തടസ്സങ്ങൾ വന്നു ചേരുക, പ്രതീക്ഷിച്ചിരുന്ന പണം കൈവരാതെ പോവുക, ആത്മാർത്ഥമായി ചെയ്ത പ്രവർത്തനങ്ങൾക്ക് പോലും വേണ്ടത്ര അംഗീകാരം ലഭിക്കാതെ വരിക തുടങ്ങിയ അനുഭവങ്ങൾ നിങ്ങളെ മാനസികമായി വളരെയധികം തളർത്തിയിട്ടുണ്ടാകാം. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഠിനാധ്വാനം ചെയ്തിട്ടും സാമ്പത്തിക ഭദ്രത കൈവരിക്കാനാകാത്തത് പലപ്പോഴും നിങ്ങളെ വിഷമിപ്പിച്ചിരിക്കാം. ചിലർക്ക് ബിസിനസ്സിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ടാകാം. മറ്റു ചിലർക്ക് ജോലി സംബന്ധമായ അനിശ്ചിതത്വവും കടബാധ്യതകളും വലിയ തലവേദനയായി മാറിയിട്ടുണ്ടാകാം. എങ്കിലും ഒരിക്കലും പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ടു പോകുന്നവരാണ് ഉത്രം നക്ഷത്രക്കാർ. എന്നാൽ 2026 ജൂലൈ 25 മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകൾക്ക് വഴിയൊരുക്കുന്ന അനുകൂല സാഹചര്യങ്ങൾ രൂപപ്പെടുവാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷപരമായ സൂചനകൾ. ഇതുവരെ മുടങ്ങിക്കിടന്നിരുന്ന സാമ്പത്തിക കാര്യങ്ങൾ പതിയെ അനുകൂലമായി മാറിത്തുടങ്ങാം. തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാം. സ്വന്തം സംരംഭമുള്ളവർക്ക് വരുമാനം വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യതയും കാണുന്നു. ചിലർക്ക് അപ്രതീക്ഷിതമായി പണം ലഭിക്കുവാനോ നാളുകളായി കുടിശ്ശികയായി കിടന്നിരുന്ന തുക തിരികെ ലഭിക്കുവാനോ സാധ്യതയുണ്ട്. ഭാഗ്യപരീക്ഷണങ്ങളിൽ താല്പര്യമുള്ളവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും എല്ലാ സാമ്പത്തിക തീരുമാനങ്ങളും വിവേകത്തോടെ മാത്രം എടുക്കേണ്ടതാണ്. കുടുംബജീവിതത്തിലും സന്തോഷം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഏറെ നാളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു വലിയ ആഗ്രഹം സഫലമാകുവാൻ വഴിയൊരുങ്ങാം. നിങ്ങളെ അവഗണിച്ചിരുന്നവർ പോലും നിങ്ങളുടെ മുന്നേറ്റം കണ്ട് അതിശയിക്കുന്ന സാഹചര്യം ഉണ്ടാകാം. എന്നാൽ ഈ സമയം അഹങ്കാരം ഒഴിവാക്കി വിനയത്തോടെയും ഈശ്വരവിശ്വാസത്തോടെയും മുന്നോട്ട് പോകുക. ദിവസവും സൂര്യ നമസ്കാരവും ആദിത്യ ഭഗവാനോടുള്ള പ്രാർത്ഥനയും നടത്തുന്നത് മനോബലവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം. കഠിനാധ്വാനത്തോടൊപ്പം ലഭിക്കുന്ന നല്ല അവസരങ്ങൾ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ കഴിഞ്ഞാൽ ഈ കാലഘട്ടം ഉത്രം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കമാകുവാൻ സാധ്യതയുണ്ട്. അടുത്തതായി വിശാഖം നക്ഷത്രം. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ചു കാലമായി ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടാകാം. നിങ്ങൾ മനസ്സിൽ ഒരുപാട് നല്ല സ്വപ്നങ്ങൾ കൊണ്ടു നടക്കുന്നവരാണ്. എന്നാൽ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുവാൻ ശ്രമിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും തടസ്സങ്ങൾ വന്ന് മുന്നിൽ നിൽക്കുന്ന ഒരവസ്ഥ പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ടാകും. സാമ്പത്തികമായി വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച സമയങ്ങളിൽ പോലും അപ്രതീക്ഷിത ചെലവുകൾ വന്നതുകൊണ്ട് കൈവന്ന പണം മുഴുവനും നഷ്ടമായിരിക്കാം.
കുടുംബത്തിന്റെ സന്തോഷത്തിനായി സ്വന്തം ആഗ്രഹങ്ങൾ പോലും മാറ്റിവെച്ചിട്ടുള്ളവരാണ് നിങ്ങളിൽ പലരും. മറ്റുള്ളവരുടെ വാക്കുകൾ വിശ്വസിച്ച് എടുത്ത ചില തീരുമാനങ്ങൾ കാരണം സാമ്പത്തിക നഷ്ടങ്ങളും മാനസിക വിഷമങ്ങളും അനുഭവിക്കേണ്ടി വന്നിരിക്കാം. എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും അതിനനുസരിച്ചുള്ള ഫലം ലഭിക്കാതെ വന്നത് നിങ്ങളെ പലപ്പോഴും നിരാശയിൽ ആഴ്ത്തിയിട്ടുണ്ടാകും. എന്നാൽ 2026 ജൂലൈ 25 മുതൽ വിശാഖം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ പുതിയ വെളിച്ചം തെളിയുവാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷപരമായ സൂചനകൾ. ഇതുവരെ മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പതിയെ അനുകൂലമായി മാറിത്തുടങ്ങും. തൊഴിൽ മേഖലയിൽ നല്ല വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങളും സാമ്പത്തിക വളർച്ചയ്ക്കുള്ള സാഹചര്യങ്ങളും ലഭിച്ചേക്കാം. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ മാറ്റങ്ങൾ സംഭവിക്കാം. ചിലർക്ക് അപ്രതീക്ഷിതമായ ധനലാഭത്തിനുള്ള അവസരങ്ങൾ ലഭിക്കുവാനും ഭാഗ്യപരീക്ഷണങ്ങളിൽ അനുകൂല ഫലങ്ങൾ ലഭിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ഭാഗ്യം മാത്രം പ്രതീക്ഷിച്ച് വലിയ സാമ്പത്തിക റിസ്കുകൾ എടുക്കാതെ വിവേകത്തോടെ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ഉചിതം. കുടുംബത്തിൽ ഏറെ നാളായി ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാനും മനസമാധാനം തിരിച്ചു കിട്ടുവാനും സാധ്യതയുണ്ട്. നിങ്ങളെ അവഗണിച്ചവരും നിങ്ങളുടെ വളർച്ച കണ്ട് അത്ഭുതപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഏറെ നാളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു വലിയ ആഗ്രഹം സഫലമാകുവാനുള്ള വഴികൾ തുറന്നുവരും. ഈ സമയത്ത് മഹാലക്ഷ്മി ദേവിയെ ഗുരുവായൂരപ്പനെയും ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരുടെ സ്നേഹത്തോടെയും കരുണയോടെയും പെരുമാറുകയും ചെയ്താൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ കഴിയും. കഠിനാധ്വാനം ഈശ്വരാനുഗ്രഹവും ഒരുമിച്ചു ചേരുന്ന ഈ കാലഘട്ടം വിശാഖം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പുതിയ ഉയരങ്ങളിലേക്കുള്ള ഒരു സുപ്രധാന തുടക്കമാകുവാൻ സാധ്യതയുണ്ട്. ആറാമതായി അവിട്ടം നക്ഷത്രം. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ചു കാലമായി ജീവിതത്തിൽ ഒരുപാട് അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. നിങ്ങൾ എത്ര നന്നായി പദ്ധതികൾ തയ്യാറാക്കിയാലും അവസാന നിമിഷം എന്തെങ്കിലും തടസ്സങ്ങൾ വന്നു ചേർന്ന് കാര്യങ്ങൾ മുടങ്ങിപ്പോകുന്ന ഒരവസ്ഥ പലപ്പോഴും നേരിട്ടിട്ടുണ്ടാകും. സാമ്പത്തികമായി മുന്നേറണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നുവെങ്കിലും വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവുകൾ വന്നതുകൊണ്ട് സമ്പാദിച്ചതൊന്നും കയ്യിൽ നിൽക്കാതെ പോയിട്ടുണ്ടാകാം. ചിലർക്ക് ബിസിനസ്സിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ടാകാം. മറ്റു ചിലർക്കാകട്ടെ തൊഴിൽ മേഖലയിലെ അനിശ്ചിതത്വവും കുടുംബത്തിന്റെ വർദ്ധിച്ച ഉത്തരവാദിത്തങ്ങളും വലിയ മാനസിക സമ്മർദ്ദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടാകും. പലപ്പോഴും എന്റെ കഷ്ടപ്പാടുകൾക്ക് ഒരവസാനമില്ലേ എന്ന് കണ്ണീരോടെ ചിന്തിച്ച നിമിഷങ്ങളും നിങ്ങൾക്കുണ്ടായിരിക്കാം. എന്നാൽ ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച ഓരോ പ്രയാസത്തിനും ശേഷം ജീവിതത്തിൽ ഒരു നല്ല മാറ്റം വരുവാനുള്ള സമയം അടുത്തു വരുന്നതായി ജ്യോതിഷപരമായ സൂചനകളിൽ കാണുന്നു. 2026 ജൂലൈ 25 മുതൽ അവിട്ടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ധനകാര്യങ്ങളിലും തൊഴിൽ മേഖലയിലും അനുകൂലമായ ചില അവസരങ്ങൾ തെളിഞ്ഞു വരുവാൻ സാധ്യതയുണ്ട്. ഇതുവരെ മുടങ്ങിക്കിടന്നിരുന്ന ചില കാര്യങ്ങൾ വീണ്ടും മുന്നോട്ടു പോകാം. പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടുവാനും നാളുകളായി പ്രതീക്ഷിച്ചിരുന്ന ഒരു സാമ്പത്തിക നേട്ടം കൈവരിക്കുവാനുള്ള സാധ്യത കാണുന്നു. ജോലി ചെയ്യുന്നവർക്ക് മേലധികാരികളുടെ അംഗീകാരവും പുതിയ അവസരങ്ങളും ലഭിക്കാം. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കരാറുകൾ, കൂടുതൽ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ വരുമാന വർധനവ് എന്നിവയ്ക്ക് അനുകൂല സാഹചര്യം രൂപപ്പെടും. ഭാഗ്യപരീക്ഷണങ്ങളിൽ താല്പര്യമുള്ളവർക്ക് ചില അനുകൂല സൂചനകൾ കാണുന്നുണ്ടെങ്കിലും എല്ലാം സാമ്പത്തിക തീരുമാനങ്ങളും വിവേകത്തോടെയും ഉത്തരവാദിത്തത്തോടെയും മാത്രം എടുക്കേണ്ടതാണ്. കുടുംബജീവിതത്തിലും സന്തോഷകരമായ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഏറെ നാളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു വലിയ സ്വപ്നം യാഥാർത്ഥ്യമാകുവാനുള്ള വഴികൾ പതിയെ തുറന്നുവരും. നിങ്ങളെ വില കുറച്ച് കണ്ടിരുന്നവർ പോലും നിങ്ങളുടെ മുന്നേറ്റം കണ്ട് അത്ഭുതപ്പെടുന്ന സാഹചര്യം ഉണ്ടായേക്കാം. ഈ സമയത്ത് ഈശ്വരവിശ്വാസം കൂടുതൽ ശക്തമാക്കുകയും അധ്വാനത്തിൽ ഒരിക്കലും കുറവ് വരുത്താതിരിക്കുകയും ചെയ്യുക. ദിവസവും ശ്രീകൃഷ്ണനെയോ മഹാദേവനെയോ ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് കഴിയുന്ന സഹായങ്ങൾ ചെയ്യുകയും ചെയ്താൽ മനസ്സിനും ജീവിതത്തിനും കൂടുതൽ പോസിറ്റീവ് ഊർജം ലഭിക്കുമെന്ന് വിശ്വാസമുണ്ട്. ക്ഷമയും ആത്മവിശ്വാസവും കൈവിടാതെ മുന്നോട്ടു പോകുന്ന അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ കാലഘട്ടം ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകളും മികച്ച അവസരങ്ങളും സമ്മാനിക്കുന്ന ഒരു സുവർണഘട്ടമായി മാറുവാൻ സാധ്യതയുണ്ട്. ഇനി ഏറ്റവും അവസാനത്തെ ഏഴാമത്തെ നക്ഷത്രമായി പറയാൻ പോകുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ചു കാലമായി ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികളും പരീക്ഷണങ്ങളും നേരിടേണ്ടി വന്ന ഒരു സമയമായിരുന്നു. നിങ്ങൾ മനസ്സിൽ ഒരുപാട് വലിയ സ്വപ്നങ്ങൾ സൂക്ഷിച്ചിരുന്നെങ്കിലും അതൊന്നും അത്ര എളുപ്പത്തിൽ യാഥാർത്ഥ്യമാകാതെ വന്നിരിക്കാം. പല കാര്യങ്ങളിലും അവസാന നിമിഷം വരെ പ്രതീക്ഷ നൽകിയ ശേഷം നിരാശ മാത്രമാണ് ലഭിച്ചതെന്ന് തോന്നിയിട്ടുണ്ടാകും. സാമ്പത്തികമായി എത്ര സമ്പാദിച്ചാലും അത് കയ്യിൽ നിൽക്കാതെ പോകുന്ന ഒരു അവസ്ഥ, അപ്രതീക്ഷിത ചെലവുകൾ, കുടുംബത്തിന്റെ വർദ്ധിച്ച ഉത്തരവാദിത്തങ്ങൾ, കടബാധ്യത എന്നിവ നിങ്ങളെ മാനസികമായി വളരെയധികം തളർത്തിയിട്ടുണ്ടാകാം.
ചിലർക്ക് വിശ്വസിച്ച ആളുകളിൽ നിന്ന് തന്നെ വലിയ വഞ്ചനകൾ നേരിടേണ്ടി വന്നിട്ടുമുണ്ടാകും. എന്റെ ജീവിതത്തിൽ ഇനി നല്ലൊരു കാലം വരുമോ എന്ന ചോദ്യം പലതവണ മനസ്സിൽ ഉയർന്നിട്ടുണ്ടാകും. എന്നാൽ 2026 ജൂലൈ 25 മുതൽ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷപരമായ സൂചനകൾ. ഇതുവരെ മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും വീണ്ടും ചലനം പ്രാപിക്കാം. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കുവാനും ബിസിനസ് ചെയ്യുന്നവർക്ക് വരുമാനം വർദ്ധിപ്പിക്കുവാനുമുള്ള സാഹചര്യം രൂപപ്പെടാം. നാളുകളായി ലഭിക്കാതെ കിടന്നിരുന്ന പണമോ കുടിശ്ശികയോ കൈവന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ചിലർക്ക് അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുവാനും ഭാഗ്യ പരീക്ഷണങ്ങളിൽ അനുകൂല ഫലങ്ങൾ ലഭിക്കുവാനും സാധ്യത കാണുന്നു. എന്നിരുന്നാലും എല്ലാ സാമ്പത്തിക തീരുമാനങ്ങളും ആലോചിച്ച് മാത്രം എടുക്കുക എന്നത് വളരെ പ്രധാനമാണ്. കുടുംബജീവിതത്തിലും സന്തോഷവും സമാധാനവും വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. ഏറെ നാളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു വലിയ ആഗ്രഹം യാഥാർത്ഥ്യമാകുവാനുള്ള വഴികൾ തുറക്കപ്പെടാം. നിങ്ങളെ ഒരു കാലത്ത് അവഗണിച്ചവരും പരിഹസിച്ചവരും നിങ്ങളുടെ മുന്നേറ്റം കണ്ട് അത്ഭുതപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ഈ സമയം വിനയവും ഈശ്വരവിശ്വാസവും കൈവിടാതെ മുന്നോട്ടു പോകുക. ദിവസവും മഹാവിഷ്ണുവിനെയും ശ്രീകൃഷ്ണനെയും ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുകയും കഴിയുന്നത്ര നല്ല പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്താൽ മനസ്സിന് കൂടുതൽ ആത്മവിശ്വാസം ലഭിക്കുമെന്ന് വിശ്വാസമുണ്ട്. കഠിനാധ്വാനം നല്ല തീരുമാനങ്ങളും കൈകോർത്ത് മുന്നോട്ടു പോകുന്ന ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ കാലഘട്ടം ജീവിതത്തിൽ പുതിയ അവസരങ്ങളും സാമ്പത്തിക മുന്നേറ്റത്തിനുള്ള സാധ്യതകളും സമ്മാനിക്കുന്ന ഒരു പുതിയ തുടക്കമായി മാറുവാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പറഞ്ഞ ഈ 7 നക്ഷത്രക്കാർക്കും 2026 ജൂലൈ 25 മുതൽ ജീവിതത്തിൽ അനുകൂലമായ ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷപരമായ സൂചനകൾ പറയുന്നത്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഭാഗ്യത്തോടൊപ്പം കഠിനാധ്വാനവും ഈശ്വരവിശ്വാസവും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ യഥാർത്ഥ ഉയർച്ചകൾ കൈവരിക്കുവാൻ കഴിയൂ. അതുകൊണ്ട് ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. നല്ല ചിന്തകളോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോവുക. എല്ലാ ദിവസവും ഈശ്വരനെ പ്രാർത്ഥിക്കുക. മറ്റുള്ളവരുടെ സ്നേഹത്തോടെയും കരുണയോടെയും പെരുമാറുക. നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സർവ്വവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.